എത്ര ദിവസമായി കുറച്ച് എക്സസൈസ് ചെയ്തിട്ട്. അയ്യേ അയ്യേ, ഈ പെണ്ണ് നാണയില്ലേ? ഇത്ര വലിയ ഡ്രസ്സൊക്കെ എടുത്തിട്ടൂടെ? ഇതാരാ ഇവിടെ? എന്താണോ എന്റെ കൊച്ചേ, എന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോയേ. ഓഹോ, താ എന്താ എന്റെ പിറകെ കിടക്കുന്നേ? അയ്യേ ചേച്ചി, ചേച്ചി എന്തുവാടാ? അയ്യേ, ഈ കൊച്ചിത് എന്തുവാ കാണിക്കുന്നേ? എന്റെ ദൈവമേ, ഇവിടെ ആളുകളുള്ള വീടല്ലയോ? കൊച്ചേ, അമ്മേ അമ്മേ, ഈ പെണ്ണ് എന്റെ മുമ്പിൽ നിന്ന് പോകാൻ പറയമ്മേ. താ എന്തിനാ എന്റെ മുമ്പിൽ നിൽക്കുന്നേന്നാ ചോദിച്ചേ. അല്ലേ കൊച്ചേ? തൊള്ളേ മോനും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. എന്തുവാ, ഒന്ന് എക്സസൈസ് ചെയ്യാൻ സമ്മതിക്കത്തില്ലേ? അയ്യേ അമ്മേ, ഈ പെണ്ണിന്റെ മുമ്പിൽ നിന്ന് പോകാൻ പറയമ്മേ. ഈ പെണ്ണ് നാണമാനമല്ലേ? ഈ പെണ്ണ് നാണമാനല്ലാതെ ഇവിടെ ആരും മുട്ടില്ലാതെ നിൽക്കുന്നോ? അയ്യേ കൊച്ചേ, എന്റെ ദൈവമേ, എന്തുവാ എന്റെ പിന്നാലെ നടക്കുന്നേ? അയ്യേ ചേച്ചി, ഓടി വരണേ ചേച്ചി. കൊച്ചേ, ഇവിടെ ആണുങ്ങൾക്കുള്ള വീടല്ലേ? എന്തെങ്കിലും ഡ്രസ് എടുത്തിട്ടൂടെ ദേഹത്ത്? നിനക്കൊന്ന് കണ്ടിട്ടൂടെ ഡ്രസ്സല്ലേ ഇട്ടിരിക്കുന്നത്? ശിവ ശിവ, സീതേ ഒന്നിങ്ങോട്ട് ഓടി വാ സീതേ. ദൈവമേ, എന്റെ കുഞ്ഞ്. എടാ ചെറുക്കാ, ഒന്ന് അങ്ങോട്ട് പോ. അമ്മേ, ഈ പെണ്ണെ പോവാൻ പറയാമേ. പോവാൻ ഇപ്പൊ സൗകര്യമില്ല. എന്റെ പൊന്ന് സീതേ, ഒന്നിങ്ങോട്ട് വാ സീതേ. എന്റെ ദൈവമേ, എന്തുവാ ഇവിടെ? ചെറുക്കാ, നിനക്ക് എന്ത് പറ്റി? ചേച്ചി, ആ പെണ്ണെ പോകാൻ പറ ചേച്ചി. ആ പെണ്ണ് നിൽക്കുന്ന ഡ്രസ് കണ്ടില്ലേ? ദൈവമേ, ഈ കൊച്ചിന്റെ എന്തുവാ ഈ കാണിക്കുന്നേ? സീതേ, ആണുങ്ങൾക്കുള്ള വീടല്ലേ? ഈ കൊച്ചു എന്താ ഇങ്ങനെ നടക്കുന്നേ? എന്തോ ചേച്ചി, എനിക്ക് ഇവിടെ ഒരു എക്സസൈസ് ചെയ്യണ്ടേ? ഇവരൊക്കെ എന്തിനാ എന്റെ മുമ്പിൽ നിൽക്കുന്നേ? അല്ല മോളെ, ഇതിവിടെ ആണുങ്ങൾക്കുള്ള വീടല്ലേ? മോക്ക് എന്തെങ്കിലും ഡ്രസ് എടുത്തിട്ടൂടെ? ഇതൊക്കെ മോശമല്ലേ? കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളതല്ലേ ഇവിടെ? ആ ബാംഗ്ലൂരിൽ ഇങ്ങനെയൊക്കെ തന്നെയാ. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ ഇല്ലെന്നും പറഞ്ഞ് ഇവര് ബാംഗ്ലൂരിൽ കൊണ്ട് കാണില്ലടി. അവിടെ ബാംഗ്ലൂര്. അമ്മേ, അമ്മ ചുമ്മാ ഇരിക്കാമേ. എന്തു മനുഷ്യവർഗ്ഗങ്ങളാ ഇതൊക്കെ? പിന്നെ ഈ പെൺകൊച്ചിനെ ഇന്നേരോടൊന്നും പറഞ്ഞു വിട്ടോളണം കേട്ടല്ല. ഇവിടെ ആണുങ്ങൾക്കുള്ള വീടാ. എന്റെ ചെറുക്കനെ കൊണ്ട് പെണ്ണുപോലെ കെട്ടിച്ചിട്ടില്ല. ഓയോ ശല്യം. എന്ത് ചെയ്യാനാ അമ്മേ? എല്ലാത്തിനിടയിൽ ഞാനാ ഇവിടെ നിൽക്കുന്നേ. അയ്യേ. അങ്ങനെ അവര് കാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. ആനയും സിംഹവും കുതിരയും കഴുതയും കൂടി. എന്നിട്ട് ആന വീണ മാമ കുഴിയില്. മാമ പറയട്ടെ, മാമ പറഞ്ഞു തീർന്നിട്ട് നിങ്ങൾ ചോദിക്കേ. പാറ മാമ കഥ പറയട്ടെ, നീ മിണ്ടാതിരുന്നേ. മിണ്ടാതിരിക്ക. എന്നിട്ട് എന്തരായി മാമ? അങ്ങനെ ഇവരെല്ലാരും കൂടെ ഒരു ഗുഹയിൽ ചെന്ന് കേറി ആ സിംഹത്തിനെ പേടിച്ച്. അപ്പോഴാ ഒരു സിംഹവും പുലിയും കൂടെ ഒത്തുചേർന്ന് ഇവരെ എല്ലാത്തിനെ കടിച്ച് കീറി തിന്നാൻ വേണ്ടി മുന്നിൽ വന്ന് നിന്ന് ആനയുടെ തുമ്പിക്കൈ കൊണ്ടൊരൊറ്റ ഏറി. സിംഹം ദൂരെ ഒരു നദിയിൽ വന്നങ്ങ് വീണ്. ആ നദിയില് വെള്ളം ഉണ്ടായിരുന്നോ മാമ? എടാ പൊട്ട, നിനക്ക് അറിഞ്ഞൂടെ നദിയിൽ വെള്ളം ഉണ്ടെന്ന്? പിന്നെ നദിയിൽ വെള്ളം കാണൂലേടാ മൊട്ടത്തലയാ? എന്നെ മൊട്ടത്തലയാന്ന് വിളിച്ചോ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും. അച്ചോടാ, മാമനല്ലേ വിളിച്ചത്? എടാ മാമനല്ലേ വിളിച്ച മൊട്ടേന്ന്. പിന്നെ നിനക്ക് എന്ത് കുഴപ്പാ? മാമ വിളിച്ചോണ്ട് എനിക്ക് കുഴപ്പമില്ല. പക്ഷെ നീ വിളിച്ചെങ്കിൽ നിന്നെ ഞാൻ കിളക്കി തള്ളി ഇട്ടാനാ. ഇങ്ങോട്ട് ശ്രദ്ധിക്കും. മാമ കഥ പറയട്ടെ. പോടാ മൊട്ടത്തലയാ. എന്റെ കയ്യിൽ നിന്ന് അടിക്കുന്നീ. ദേ, മാമ കഥ പറയത്തില്ല. മിണ്ടാന്നില്ലേ മാമ കഥ പറഞ്ഞിടത്തില്ല. പൊന്നു കണ്ണാ, പാറ ഒന്ന് മിണ്ടാതിരിക്കും. മാമ കഥ പറഞ്ഞ് തീരട്ടെ. ശരി, മാമ പറഞ്ഞോണ്ട് ഞാൻ കേക്കാം. ഇവിടെ ഒന്ന് ഇരിക്കണോ പണ്ടാരം? കിട്ടൊരു പണി കൊടുക്കണമല്ലോ. അങ്ങനെ ആ കഴുതയ്ക്കുണ്ടല്ലോ, കഴുതയ്ക്കയുടെ തലയിൽ നിറയെ മുടിയായിരുന്നു മക്കളെ. ചുരുണ്ട് 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 കിടക്കുന്ന മുടി. ആ കഴുതയുണ്ടല്ലോ, അതൊരു ഒന്നൊന്നര കഴുതയായിരുന്നു. എന്റെ ഉദ്ദേശം പറയുന്നത് എനിക്ക് മനസ്സിലായി. എന്നെ കാണിച്ചു തരാടാ. ആ കഴുതയ്ക്ക് ബുദ്ധിയില്ല മക്കളെ. മാമ എന്താ കഥ മാറ്റി പറയുന്നേ? ഓഹോ, മനസ്സിലായി. ആ കഴുത പിന്നെ എന്ത് ചെയ്തു മാമ? ആ കഴുതയ്ക്കാണെങ്കിൽ ബുദ്ധിയില്ല, വിവരവും ഇല്ല. അങ്ങനെ മാമൻ ഒന്നുകൂടെ മാറിത്തരോ? എനിക്കിവിടെ ഇരിക്കണം. തമിഴ്നാട്ടിൽ എന്തെങ്കിലും പറഞ്ഞോ? ചേച്ചി ഞങ്ങളോട് കഥ പറയല്ലേ ചേച്ചി. ചേച്ചിക്ക് ആ ചേറിലിരുന്നൂടെ? ഇല്ല, എനിക്ക് സെറ്റിലിരിക്കാൻ പറ്റത്തുള്ളൂ. എന്താ മൂലക്കൊരു വല്ല അസുഖം ഉണ്ടോ? അവൻ കാണിക്കുന്ന പൊട്ടത്തരം കടിച്ചോണ്ട് ചിരിച്ചാണ്ടല്ലോ എന്റെ കൈ നല്ലത് മേടിക്കും. നീ കൊടുക്കോ കൊച്ചുങ്ങൾക്ക്? അതിന് കൊടുത്തോക്കിയാന്ന് പോടാ ചെക്ക. വെറുതെ പെണ്ണുങ്ങളെ കൈ നടി കാണിക്കാതെ. അമ്പടി പൊളിസൂ. എങ്ങനെ അടി കിട്ടിയിട്ടേ വേറെ കാര്യമുള്ളൂ. അടിക്കടി അടിക്കടി ശല്യം. ചേച്ചി ചേച്ചി ചേർന്നിരിക്കും ചേച്ചി. ഞങ്ങൾ കഥ പറഞ്ഞ് മാറിത്തരാം. അങ്ങോട്ട് ഇങ്ങോട്ട് വന്നെങ്കിൽ മതിയായിരുന്നു. മാമ പറ മാമ കഥ. അങ്ങനെ ആന എന്തിനാ ഇത് ആ കഴുതയെടുത്ത് വെള്ളത്തിലെറിഞ്ഞു മക്കളെ. കഴുതയ്ക്ക് അങ്ങനെയല്ലേ വേണം മാമ. എന്നെ ഉദ്ദേശം പറയുന്നത് എനിക്ക് മനസ്സിലായി. നിന്നെ കാണിച്ച് തരാടാ ഞാൻ. എനിക്ക് കക്കക്കാന്ന് ചിരിക്കാൻ കുറെ പിള്ളേരും. ചിത്രേ, എനിക്ക് കുറച്ച് വെള്ളം എടുത്തോണ്ടേ. ചേച്ചി അമ്മേനടുത്ത് വിളിച്ച് പറ ചേച്ചി. ഞാൻ കഥ കേട്ടോണ്ടിരിക്കുകയല്ലേ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കേ, കഥ ശ്രദ്ധിക്കേ. ഇഡിയറ്റ്. അമ്മേ, ചേച്ചി, ചേട്ടാ. അയ്യോ, എന്ത് പറ്റി? പോടാ ദുഷ്ടാ, നീ കസേരത്ത് മാറ്റിയല്ലേ? കസേര മാറ്റിയെന്നോ? എന്താ കൊച്ചേ കണ്ണാണ് എനിക്ക്? ചേച്ചി, ചേട്ടാ, ഒന്നിങ്ങോട്ട് വാ ചേച്ചി. എന്റെ ദൈവമേ, എന്തുവാ ഇത്? എന്റെ പൊന്നു ചേച്ചി വന്ന് തറയിൽ വീണ് കിടന്നിട്ട് ഇവിടെ നിന്ന് ചേച്ചി ചേട്ടാന്ന് വിളിക്കുന്നത്. ഇതൊന്ന് കൊച്ചു കുട്ടിയല്ല വേണോ?
എനിക്ക് മോളെ. ചേട്ടൻ വരട്ടെ. ചേട്ടൻ വരുന്നവരെ ഇവിടെ തന്നെ കിടക്കും. ചേട്ടാ, ചേട്ടാ. ദൈവമേ മനുവേട്ടൻ. എന്തുവാ ഇവിടെ ബഹളം? അയ്യോ മോളെ. ചേട്ടാ എന്നെ തള്ളിയിട്ട് ചേട്ടാ. അയ്യോ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. തന്നെ ആരും ഇവിടെ തള്ളിയിട്ടില്ലല്ലോ. എന്തുവാ സീത ഇവിടെ? എനിക്ക് മോളെ എന്തു പറ്റി? ചേട്ടാ ഞാൻ ഇവിടെ കസേര ഇരിക്കാൻ വന്നപ്പോ ഈ ചേച്ചിയുടെ ആങ്ങള കസേര എടുത്ത് മാറ്റി തന്നേട്ടാ. ഞാൻ തറയെ വന്ന് വീണ്. എന്തുവാ സീതേ? മനുവേട്ടൻ ചുമ്മാ. അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെയൊന്നുമില്ലേ ചേച്ചി? കണ്ടില്ലേ ചേച്ചി? ഇവിടെ ഞാൻ മാത്രല്ല, ഈ പിള്ളേരെല്ലാരും ഉണ്ട്. ചേച്ചി ആരെങ്കിലും ചോദിച്ചു നോക്കേ. ഇത്രേ എന്താ സംഭവിച്ചത്? അത് അച്ഛാ ഈ ചേച്ചി ബാക്കി കൂടെ പറയാങ്ങോട്ടെ. ഈ ചേച്ചി കസേര സ്ലിപ്പ് ചെയ്തൊന്ന് വീണാണ് അച്ഛാ. അല്ലാതെ ആരും തള്ളിയിട്ടല്ല. മാമൻ ഞങ്ങൾ കഥ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തുവാ മോളെ ശ്രദ്ധിക്കണ്ടേ ഇതൊക്കെ? ഏട്ടാ ഞാൻ ശ്രദ്ധിച്ചേട്ടാ. ഇതെന്താ ആരൊന്നും മനസ്സിലാക്കാത്തെ? മോൾ ഫുഡ് കഴിച്ചോ? വാ എല്ലാവർക്കും ഫുഡ് കഴിക്കാം. വാ ദേ ഫുഡ് എടുത്ത് നോക്കി. ശരി മനുവേട്ടാ, എല്ലാരും വന്നേ ഫുഡ് കഴിക്കേ. മക്കളെ എല്ലാരും വാ, നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാ. എന്തുവാ മോളെ കുഞ്ഞു കുട്ടികളെ ശ്രദ്ധിക്കണ്ടേ നിനക്ക്? അവൻ കള്ളുവാ പറഞ്ഞേട്ടാ. ആ ദുഷ്ടനാവേ. ആര് തൊമ്മനോ? അവരെനിക്ക് നന്നായിട്ട് അറിയാം. നീ ചുമ്മാ ഇരുന്നേ. അല്ലേട്ടാ വന്ന നേരം തൊട്ട് തൊമ്മേനെ ഉപദ്രവിക്കേട്ടാ. ആഹാ എനിക്കൊന്ന് കണ്ടുപിടിക്കണമല്ലോ. ഏട്ടാ വാ, ഏട്ടാ ഞാൻ തെളിവ് സഹിതം കാണിച്ചു തരല്ല. ഇതൊന്ന് വേഗം എടുക്ക സീത, എനിക്ക് പോകാൻ സമയമായി. ഇപ്പൊ എടുക്കാൻ മനുവേട്ടാ. മോളെ കഴിക്കുക എല്ലാവരും കഴിക്കേ. ഇത് ചിക്കൻ വേണം. അതിന്റെ ചിക്കൻ പിടിച്ചോ. മനുവേട്ടാ മനുവേട്ടന് ഉച്ചക്കത്തെ ഫുഡ് ഞാൻ പാക്ക് ചെയ്തോണ്ടിരിക്കണേ. ഞാൻ പാക്ക് ചെയ്തിട്ട് ഇറങ്ങാം കേട്ടാ. കഴിക്കും നിങ്ങൾ എല്ലാരും. ഏട്ടാ ഏട്ടാ ആ ഫ്രഞ്ച് ഫ്രൈസിങ് എടുത്ത ഏട്ടാ. എന്നാ മോളെ എന്താ തൊമ്മ? പട്ടി ചവിട്ടുകൾക്ക് ഒരു ചവിട്ട് കിട്ടി. പട്ടി ചവിട്ട് ഇവിടെ പട്ടിയൊന്നുമില്ലല്ലോ. ശ്രദ്ധിച്ചിരിക്കണ്ടേ തൊമ്മ? ഇത് വെച്ചിട്ടുണ്ടടി. മക്കളെ നിങ്ങളെല്ലാം കഴിക്കി. ഒന്ന് പതുക്കെ കഴിച്ചൂടെ? സൗണ്ട് ഉണ്ടാക്കാതെ കഴിക്കാൻ പറ്റില്ലേ? ഈ സൗണ്ട് ഉണ്ടായി കഴിക്കാൻ പറ്റുള്ളൂ. ഛർദിക്കാൻ മുട്ടുന്നു. മാമി ഇവിടെ നോട്ടിച്ചല്ലേ മാമ ചേച്ചിയാ. അല്ലാണ്ട് മക്കളെടുത്ത് കഴിക്കി.